മനുഷ്യൻ ആയാൽ സ്വപ്നം കാണണം, ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കണം, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. എന്നാലേ ഇന്നത്തെ കാലത്ത് നമുക്ക് നമ്മുടേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ലൈഫിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ. അതിന് നമ്മൾ വളർന്നു വന്ന ജീവിത സാഹചര്യം എന്തു തന്നെയായാലും അതൊന്നും ഒരു റീസണോ സെറ്റ്ബാക്കോ അല്ല. പക്ഷേ ആ യാത്രയിൽ നിങ്ങളെ വലിച്ചു താഴെയിടാൻ ഒത്തിരി പേര് വന്നേക്കാം. അത് നിങ്ങളുടെ റിലേറ്റീവ്സ് ആവാം, നാട്ടുകാരാവാം, അതും അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഒരേപോലത്തെ പ്രൊഫഷനിൽ ഉള്ള മറ്റു പലരും ആവാം. അങ്ങനെയുള്ള ഒരു ചതിയിലും വീഴാതെ സ്വന്തം കാര്യം നോക്കി ജോലി ചെയ്യുകയും കൂടെ സ്ട്രോങ് വിൽ പവറും ഉണ്ടെങ്കിൽ ഏത് കഷ്ടപ്പാടുള്ള ജീവിത സാഹചര്യത്തിൽ നിന്ന് നമുക്ക് നമ്മുടേതായ ഒരു ഡ്രീം റിയലൈസ് ചെയ്യാൻ പറ്റും. ഒരു അവസരത്തിൽ സ്വന്തമായ ഒരു വീടോ ഇഷ്ടപ്പെട്ട കോഴ്സോ പഠിക്കാൻ പറ്റാതിരുന്നപ്പോഴും +2 കഴിഞ്ഞ് ഡോർ ടു ഡോർ മാർക്കറ്റിംഗ് ജോലിക്ക് പോയപ്പോഴും എനിക്ക് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. എന്നെങ്കിലും ഒരു ബാഗൊക്കെ തൂക്കി ഒരു ഓഫീസിൽ ജോലിക്ക് പോകണമെന്ന്. ആ ഒരു ആഗ്രഹത്തിൽ തുടങ്ങിയ എൻ്റെ യാത്ര ഇന്ന് സ്വന്തമായി ഞാൻ വെച്ച എൻ്റെ പുതിയ ഓഫീസ് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഇന്ന് ഞാൻ. വെൽക്കം ടു മൈ ക്രിയേറ്റീവ് ജംഗിൾ വർക്ക് സ്പേസ്. ഞാൻ ഈ ബിൽഡിംഗ് ഒരു ബയോഫിലിക് ആർക്കിടെക്ചർ തീം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫുൾ ഒരു ഗ്രീൻ എലമെൻസും കാര്യങ്ങളെല്ലാം വരുന്ന പോലെ. അപ്പം അതിൻ്റെ പാർട്ടായിട്ടാണ് നമ്മളിവിടെ സ്റ്റീൽ സ്ട്രക്ചറിലാണ് ഈ ബിൽഡിങ് നമ്മൾ മൊത്തം ചെയ്തിട്ടുള്ളത്. സ്റ്റീല് വിത്ത് കുറേ ഗ്ലാസും പിന്നെ ബ്രിക്സും അതിൻ്റെ അങ്ങനത്തെ കുറേ എക്സ്പോസ്ഡ് ബ്രിക്സും കാര്യങ്ങളൊക്കെ കരിങ്കല്ലൊക്കെ ആണെങ്കിലും. അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗ്രീൻ കൺസെപ്റ്റിലുള്ള ബിൽഡിംഗ് ആയിരിക്കണം. ഇതൊരു കാർബൺ ന്യൂട്രൽ ആയിട്ടുള്ളൊരു ബിൽഡിംഗ് ആവണം. നമ്മളുടെ നേച്ചറിന് അധികം ഹാം ചെയ്യാത്ത രീതിയിൽ വളരെ മിനിമൽ ഇമ്പാക്റ്റ് കൊണ്ടുവരുന്ന രീതിയിലാണ് നമ്മൾ ഈ ബിൽഡിംഗ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടുത്തെ ഈ വാട്ടർ ബോഡി ഒരു മെയിൻ ഐഡൻറ്റിറ്റി തന്നെയാണ് ഈ ഓഫീസിൻ്റെ. ഈ ഫിഷുകളാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇതൊരു സ്ട്രെസ് ഫ്രീ വർക്ക് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള അങ്ങനെ പല പല ഒരു തോട്ട് പ്രോസസ്സിൽ കൂടെയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു ഇതിലേക്ക് ആക്കി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ സ്റ്റാഫിനെല്ലാം ഇൻഡയറക്റ്റ് ആയിട്ട് വന്നിരിക്കാനും അവർക്ക് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാനൊക്കെ ആയിട്ട് ഈ ഒരു ബെഞ്ച് ഇത് എല്ലാം സോളിഡ് വുഡ് വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഈ ബെഞ്ച് ഇവിടെ നിന്ന് ഈ ഓഫീസിൻ്റെ അറ്റം വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വന്നിരിക്കാം, എവിടെ വേണമെങ്കിലും ഇരുന്ന് വർക്ക് ചെയ്യാം. എനിക്ക് ആംഫി തിയേറ്റർ, ഓഡിറ്റോറിയം അങ്ങനെയുള്ള സ്പേസ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ ബിനാലെ ഒക്കെ പോകാൻ നേരത്ത് നമ്മളിങ്ങനെ ബിനാലെ അല്ലെങ്കിൽ ഒരു ഡ്രാമയൊക്കെ കാണുമ്പോൾ പല പല ലെവൽസിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി നിന്ന് നമ്മളിങ്ങനെ ഒരു വൈഡ് പെർസ്പെക്റ്റീവിലുള്ള ഒരു സംഭവം കാണുന്നു. അങ്ങനെയാണല്ലോ നമ്മൾ ഒരു ബിനാലേക്ക് ചെല്ലാൻ നേരത്ത് നമ്മളുടെ അവിടെ ഓരോ ആർട്ട് ഫോംസും എല്ലാം അവർ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതെല്ലാം കണ്ടപ്പോൾ മുതൽ അങ്ങനെ ഒരു ഐഡിയ എൻ്റെ മൈൻഡിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആക്ച്വലി ട്രാവൽ ചെയ്യുമ്പോഴും പല പല ഇവൻറ്റ്സ് ഫങ്ഷൻ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴാണല്ലോ നമ്മളുടെ മൈൻഡിലേക്ക് പല പല ക്രിയേറ്റീവ് കാര്യങ്ങളും കയറുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾക്ക് എല്ലാം ഒന്നും നമ്മളുടെ പ്രോജക്ട്സിലൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാറില്ല. ഒരുമാതിരിപ്പെട്ട ക്ലയൻസിനെല്ലാം അവരുടേതായ കുറേ ഐഡിയ ഉണ്ടാവും, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിരിക്കും കൂടുതലും അവർ ട്രൈ ചെയ്യാറുള്ളത്. നമ്മൾക്ക് കിട്ടുന്ന ക്രിയേറ്റീവ് ഫ്രീഡം ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. വളരെ കുറച്ച് ക്ലയൻസ് മാത്രമേ അതിനുള്ള ഫ്രീഡം നമുക്ക് തരാറുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് എന്ത് വേണേലും ചെയ്യാമല്ലോ, ഇത് എൻ്റെ ഓൺ സ്പേസ് ആണ്. അങ്ങനെയാണ് നമ്മൾ എൻ്റെ മൈൻഡിലുള്ള പണ്ട് മുതൽ എനിക്ക് ഇഷ്ടമുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മളിവിടെ ട്രൈ ചെയ്തിട്ടുള്ളത്. അതിലൊന്നാണ് ഈ ഒരു ലെവൽസ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ ചെയ്യാനായിട്ടും കുറേ കാര്യങ്ങളുണ്ട് മൈൻഡിൽ. ഒന്നാണ് ഈ പറഞ്ഞ ആംഫി തിയേറ്റർ. നമുക്ക് ഇവിടെ എല്ലാവർക്കും ഇപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ തന്നെ അവിടെ 2-3 സ്റ്റെപ്പ് ഉണ്ട്, ഇവിടെ ഒരു റോ ഓഫ് സ്റ്റെപ്സ് ഉണ്ട്, പിന്നെ അഗെയിൻ കുറച്ചും കൂടി സ്റ്റെപ്പ്, അങ്ങനെ അങ്ങനെ ലെവൽസ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ആക്ച്വലി ഫോട്ടോസൊക്കെ എടുക്കുന്നത്. ഇപ്പോൾ ബർത്ത്ഡേ ഉണ്ടെങ്കിലാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാഫ് അവരെ വെൽക്കം ചെയ്യുമ്പോഴോ സെൻഡ് ഓഫ് ആണെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇവൻറ്റ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഫോട്ടോ എടുക്കുന്നതൊക്കെ നമ്മൾ ഇവിടെ ഇരുന്നിട്ടാണ്. അപ്പോൾ ഇതാണെങ്കിൽ ഒരു ഇൻഫോർമൽ ഒരു
കൈൻഡ് ഓഫ് ഒരു ആംഫി തിയേറ്റർ രീതിക്കാണ് നമ്മൾ ഇതും ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ പല പല ലെവൽസ് ആയിട്ട് നിൽക്കാം, ഹോൾ ഓഫീസും എവിടെ നിന്നാലും കാണാം, യെറ്റ് ചെറിയ ചെറിയ സെപ്പറേഷൻസ് ഉണ്ട് താനും. അങ്ങനെയാണ് നമ്മൾ ഇതൊരു ഇങ്ങനെ ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ സ്റ്റെപ്പ് ആണെന്നുണ്ടെങ്കിൽ താഴെ നമ്മൾ കരിങ്കല്ല്, ഇങ്ങോട്ടേക്ക് കയറുമ്പോൾ വുഡൻ പ്ലാങ്ക്സ് വെച്ചിട്ട് സ്റ്റീലിൽ ചെയ്തിട്ട് അതിൽ നമ്മൾ വുഡ് ഇട്ടേക്കാണ്. നമ്മൾ ചെയ്യുന്ന പ്രോജക്ട്സിൽ മിക്കയിടത്തും സ്റ്റീൽ സ്ട്രക്ചർ ചെയ്തിട്ട് അതിൽ വുഡ് വെച്ചിട്ടുള്ള സ്റ്റേഴ്സ് ആണ് കൊടുക്കാറുള്ളത്. സിമെന്റ് കോൺക്രീറ്റിലെ സ്റ്റേഴ്സ് നമ്മളുടെ ഇവിടെ വരാറില്ല. ഈ സ്പേസിൽ വരുമ്പോൾ എന്തൊക്കെയാണ് മെറ്റീരിയൽസ്, ആ മെറ്റീരിയൽസിൻ്റെയൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഓരോ മെറ്റീരിയൽസിനുള്ള ബെനിഫിറ്റ്സ് എന്താണ്, അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും എല്ലാം ഇതുകൊണ്ട് നമ്മൾക്ക് ഈസി ആയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ പല കാര്യങ്ങളും മൈൻഡിൽ വെച്ചിട്ടാണ് ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഓഫീസ് ചെയ്യുമ്പോൾ ഇതിനൊരു പ്ലാനോ എലിവേഷനോ ഡീറ്റെയിൽ ഡ്രോയിങ്സോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഓരോ ദിവസം, ഇപ്പം ഞാൻ പറഞ്ഞല്ലേ, പണ്ട് കാലം മുതൽ എൻ്റെ മൈൻഡിൽ എൻ്റെ സ്പേസ് എങ്ങനെയാവണം, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം എങ്ങനെയാവണം എന്ന് വളരെ ഒരു ക്ലിയർ പിക്ചർ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. അത് ഓരോ ദിവസവും നമ്മളിവിടെ വന്ന് നിൽക്കുന്നു. നമ്മളുടെ തന്നെ പണിക്കാരുണ്ട്, അവരെ കൊണ്ട് തന്നെ നമ്മൾ അതിങ്ങനെ ഈ വോളിൽ ഇങ്ങനെ ആവാം, ആ വോളിൽ ഇങ്ങനെ ആവണം എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയും നമുക്കൊരു സ്പേസ് ചെയ്തെടുക്കാം എന്നുള്ളതിൻ്റെയും ഒരു എക്സാമ്പിളാണ് ഈ ഒരു സ്പേസ്. പിന്നെ ഈ കാണുന്ന ഈ ഷെൽഫും കാര്യങ്ങളൊക്കെ അഗെയിൻ നമ്മളുടെ പഴയ ഓഫീസിൽ മുന്നേ ഒരു 10 വർഷം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഷെൽഫുകളൊക്കെ തന്നെയാണ് നമ്മളതൊരു റീമോഡൽ ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഈ ഹോൾ ഓഫീസ് തന്നെയാണെങ്കിലും നമുക്കൊരു 20 years ഒക്കെ കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഒരു സ്പേസിൽ, ഒരു ഇതിനേക്കാൾ കുറച്ചും കൂടി ബിഗ്ഗർ സ്പേസിൽ പോയി അവിടെ ഇൻസ്റ്റോൾ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് പറ്റും. കാരണം ഇത് ഫുൾ നമ്മൾ റിമൂവബിൾ ഒരു ഫോമിലാണ് ചെയ്തിട്ടുള്ളത്. ഒന്നും പെർമനന്റ് സ്ട്രക്ചർ അല്ല. ഈ സ്റ്റീലാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാം, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ആംഫി തിയേറ്ററിൻ്റെ കാര്യം പറഞ്ഞല്ലോ. സോ ആംഫി തിയേറ്ററിൽ എന്തായാലും നമുക്കൊരു സ്റ്റേജ് അല്ലെങ്കിൽ ഒരു പോഡിയം മസ്റ്റാണ്. ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ടോക്കിനോ സ്റ്റാഫിൻ്റെ ഒക്കെ എല്ലായിടത്തും നിന്നിട്ട് കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിക്കും കൂടിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലൈക്ക് എ പോഡിയം പോലെ തന്നെ. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഹോൾ ഓഫീസും കാണാം, എല്ലാവരും നമുക്ക് ഇവിടെ നിന്നിട്ട് അഡ്രസ്സ് ചെയ്യാം. അപ്പോൾ ആ ഒരു സ്പെഷ്യൽ ഗസ്റ്റോ ഒരു VIP ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ലെജൻഡറി ആർക്കിടെക്ട്സോ അങ്ങനെ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് നിന്നിട്ട് എല്ലാവരോടും സംസാരിക്കാനൊക്കെ കൂടി പറ്റുന്ന പോലത്തെ ഒരു സ്പേസാണിത്. ഇവിടെ നമ്മൾ പല ടൈപ്പ് ഓഫ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിൽ കാണുന്നത് ഇത് ചാക്കാണ്. ചാക്കിൽ നമ്മൾ അത് ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്ന പോലെ അകത്ത് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം നമ്മൾ പണ്ട് കാലത്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന പോലത്തെ കൊട്ടകളാണ് ഇപ്പോഴും ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ തന്നെ ഓഫീസിലുള്ള എല്ലാവരും തന്നെ പെയിൻ്റൊക്കെ ചെയ്ത് കുറച്ചൊരു ക്രിയേറ്റിവിറ്റി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കാണുന്ന 2 വലിയ ഹാങ്ങിങ് ലൈറ്റ് മീനിനെ പിടിക്കുന്ന ട്രാപ്പാണ്. അത് നമ്മൾ പോളിഷ് ചെയ്ത് ട്രീറ്റൊക്കെ ചെയ്ത് അതിൽ ബൾബിട്ട് ലൈറ്റാക്കി എടുത്തേക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടെ നമ്മൾ കുറേ കയറ് യൂസ് ചെയ്തിട്ടുണ്ട്. ആ കയറിൻ്റെ ഇടയിലും ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അത് ശരിക്കും എടുത്ത് കാണാനായിട്ട്. അപ്പം അങ്ങനെയുള്ള കുറേ എന്താ പറയുക, നമ്മളുടെ നാട്ടിൽ തന്നെ റെഡി അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അധികം ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാത്ത കുറേ മെറ്റീരിയൽസും തിങ്സും എല്ലാം വെച്ചിട്ടാണ് നമ്മളിതൊരു ക്രിയേറ്റീവ് ഫോമിലേക്ക് ആക്കി എടുത്തിട്ടുള്ളത്. ഇതൊന്നും ഒരു ചീപ്പർ മോഡ് ഓഫ് കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉദ്ദേശിച്ച് ചെയ്തിട്ടുള്ളതല്ല. ഇപ്പോൾ ഈ ലൈറ്റ്, ഇപ്പോൾ ഈ കൊട്ട, ഈ കാര്യങ്ങൾക്കെല്ലാം തന്നെ നല്ല രീതിയിൽ മെയിൻ്റനൻസ് വരും. അത് ട്രീറ്റ് ചെയ്തെടുക്കണം. കയറാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ എക്സ്പെൻസീവാണ്. അത്രയും തിക്കായിട്ടുള്ള കയറും കാര്യങ്ങളും അതിൻ്റെ ലേബർ ആണെന്നുണ്ടെങ്കിലും ഇതൊന്നും നമ്മൾ ചീപ്പാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കോസ്റ്റ് കട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടോ ചെയ്തിട്ടുള്ള. മാക്സിമം നമുക്ക് ഈ ഒരു എർത്തി ആയിട്ടുള്ള ടോൺ കിട്ടണം, എർത്തി മെറ്റീരിയൽസ് യൂസ് ചെയ്യണം എന്നുള്ള ഒരു തോട്ടിലാണ് ഇതെല്ലാം ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മളുടെ റെഗുലർ ഓഫീസ് സ്പേസിൽ നിന്ന് ഒരു ബ്രിഡ്ജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.
ഈ ബ്രിഡ്ജ് വഴി നടന്നിട്ടാണ് ഓഫീസിലുള്ള കോൺഫറൻസ് റൂമിലേക്ക് പോവുക. കോൺഫറൻസ് റൂം നമുക്ക് അകത്ത് എന്താണെന്നുള്ളതൊന്ന് കാണാം. ഇതാണ് ഇവിടുത്തെ കോൺഫറൻസ് റൂം എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പം ഞങ്ങൾക്ക് ഓഫീസിലുള്ള എല്ലാവർക്കും വന്നിരുന്ന് വീക്ക്ലി മീറ്റിംഗ്സ്, നമ്മളുടെ എല്ലാ പ്രോജക്ട്സിൻ്റെ അപ്ഡേറ്റ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മീറ്റിംഗ്സ് എല്ലാം ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ടാണ് ചെയ്യാറുള്ളത്. ചിലപ്പോൾ ഞങ്ങൾ വെയിറ്റിംഗ് ലോഞ്ചിൽ പോയിരുന്നു ചെയ്യും. കൂടുതലും ഇവിടെ ഇരുന്നിട്ടാണ് ഞങ്ങളുടെ മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ. പിന്നെ ക്ലയൻസ് വരുമ്പോഴാണെങ്കിലും എന്തെങ്കിലും പ്രസൻറ്റേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പ്രൊജക്ടർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 120 ഇഞ്ച് സൈസുള്ള സ്ക്രീനും ഉണ്ട്. ഈ റൂം നമ്മൾക്ക് ഇതൊരു മൾട്ടി പർപ്പസ് റൂമും കൂടി ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഡോൾബി അറ്റ്മോസ് ഹോം തിയേറ്ററും കൂടിയാണിത്. ഇത് നമ്മൾ കുറേ സ്പീക്കേഴ്സും വൂഫറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രൊജക്ടർ ആണെന്നുണ്ടെങ്കിൽ 4K ഡോൾബി വിഷൻ, ഡോൾബി അങ്ങനത്തെ ഉള്ള എല്ലാ സപ്പോർട്ട്സും ഉള്ള പ്രൊജക്ടറുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സോ ഇതിന് ഇപ്പോൾ അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റാഫ് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇടയ്ക്ക് സിനിമകൾ കാണും, അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ ക്രിക്കറ്റിൻ്റെ ടൈമിൽ ഞങ്ങൾക്ക് ക്രിക്കറ്റ് കളി കാണാം, ഫുട്ബോൾ കാണാം. അങ്ങനെ പല രീതിക്കുമായിട്ട് ഞങ്ങൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുപോലെയുള്ള ആർക്കിടെക്ചർ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉച്ചയ്ക്കൊക്കെ ലഞ്ച് ബ്രേക്കിനൊക്കെ ഇരുന്ന് കാണും. അപ്പോൾ ഞങ്ങൾ കുറേ പുതിയ ഐഡിയ കിട്ടുമല്ലോ. അങ്ങനെയൊക്കെ അങ്ങനെ പല പല കാര്യങ്ങൾ മൈൻഡിൽ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു റൂം ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മളുടെ ഓഫീസിൽ പല കളേഴ്സിലുള്ള പെയിൻറ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വുഡിനാണെങ്കിൽ യെല്ലോ, റെഡ്, ഗ്രീൻ, ബ്ലൂ, അങ്ങനെ പല വിൻറ്റേജ് തീം കൊണ്ടുവരാൻ വേണ്ടി പല ടൈപ്പ് ഓഫ് കളേഴ്സും പെയിൻറ്റ്സും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വോളിൽ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് ഫോം ആക്കണം, പക്ഷേ അധികം എന്തെങ്കിലും നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന സാധനങ്ങളാവേം വേണ്ട. അപ്പോൾ എന്നാൽ ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ പെയിൻറ്റിൻ്റെ പാട്ട ഞങ്ങൾ ചളക്കിയിട്ട് ആണി അടിച്ച് വെച്ചേക്കാണ് ചെയ്തിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ചൊന്നും അതിലൊന്നും ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല, ഇനി ഒരിക്കലും ചെയ്യേണ്ടിയും വരില്ല. അപ്പോൾ അത് നമ്മളൊന്നും വെറുതെ കളയണ്ട, വേസ്റ്റാക്കി കളയണ്ട. ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് ക്രിയേറ്റീവ് രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ വോളിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ ആയിട്ട് വോൾ ഡെക്കേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതും കൂടി ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പൊടിക്കൈകൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ വോളിൽ കാണുന്ന ഡെക്കോർ ഐറ്റംസ് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മളുടെ പഴയ പല പല ടൈമിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കളക്ട് ചെയ്തിട്ടുള്ള തിങ്സൊക്കെയാണ്. ഇതിപ്പോൾ കൂടുതലും നോർത്ത് ഇന്ത്യൻ, ഞാൻ പറഞ്ഞല്ലോ ഒരു വിൻറ്റേജ് ഇന്ത്യൻ തീമാണ് നമ്മളുടെ ഓഫീസിന് കളർ സ്കീമായിട്ടൊക്കെ നമ്മൾ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നോർത്ത് ഇന്ത്യനിലും രാജസ്ഥാൻ, ജയ്പൂർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ പണ്ടത്തെ കൊട്ടാരങ്ങളിലും അങ്ങനെയൊക്കെ പാലസിലൊക്കെ യൂസ് ചെയ്തിരുന്ന ചെറിയ ചെറിയ ജനലുകളുടെ പാർട്സും എല്ലാം എടുത്ത് നമ്മൾ പെയിൻറ് ചെയ്തിട്ടാണ് ഈ ഒരു വോൾ ഡെക്കോർ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആണെങ്കിലും നിങ്ങൾ നോക്കുമ്പോൾ കാണാം ഈ ഒരു സ്പേസിൽ നിന്ന് ആയിരിക്കുന്നത് എൻ്റെ ക്യാബിനാണ്. ആ ക്യാബിനിലേക്ക് നമുക്ക് അകത്തേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഇതൊരു പണ്ടത്തെ ഒരു പാലസിലുണ്ടായിരുന്ന ഒരു കിളിവാതിൽ എടുത്ത് നമ്മളിങ്ങനെ ആക്കി എടുത്തേക്കാണ്. കുറച്ച് വർക്ക്സൊക്കെ ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇവിടെ നിന്നിട്ട് വേണമെങ്കിൽ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എല്ലാം പറ്റും. എഗെയിൻ ഒരു ക്രിയേറ്റീവ് ഫോമിലുള്ള ഒരു വിൻഡോ, ഒരു പഴയ കാലത്തൊക്കെ യൂസ് ചെയ്തിരുന്ന പോലത്തെ വിൻഡോ. എനിക്ക് ഇങ്ങനത്തെ ഉള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. നമ്മൾ ഈ ഹോൾ ഓഫീസും സെക്യൂരിറ്റി സിസ്റ്റംസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ എൻ്റെ ക്യാബിനിലേക്ക് കയറുമ്പോഴാണെങ്കിലും ഇതിന് ഫിംഗർ പ്രിൻ്റ് വേണം. മെയിൻ ഡോറിന് 2 ഡോറുണ്ട്, നമുക്ക് അതിനെല്ലാത്തിനും ഫിംഗർ പ്രിൻറ്റ്സ് ഉണ്ട്. അങ്ങനെയാണ് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. ഈ ഫിംഗർ പ്രിൻറ്റ്സും സെക്യൂരിറ്റി സിസ്റ്റംസും എല്ലാം നമുക്ക് സോളാറിൽ കണക്റ്റഡ് ആണ്. സോ അതൊന്നും പവറോ പോവുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഞാനിരുന്ന് വർക്ക് ചെയ്യുന്ന സ്പേസ്. എനിക്ക് കൂടുതൽ ടൈമും ഒറ്റയ്ക്ക് ഇരുന്ന് വർക്ക് ചെയ്യാനാണ് ഇഷ്ടം. അധികം സൗണ്ടോ ബഹളോ ഒന്നും ഇല്ലാതെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് കൂടുതലും ക്രിയേറ്റീവ് ആവാൻ പറ്റാറുള്ളത്. പാട്ടും എല്ലാം കേട്ടിട്ട് പുറത്തുള്ള ഗ്രീനറിയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ എനിക്ക് ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജി കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു സ്പേസ് എൻ്റെ വർക്കിംഗ് ടേബിൾ അല്ലെങ്കിൽ എൻ്റെ ക്യാബിൻ ആയിട്ട് ചൂസ് ചെയ്യാൻ കാരണം.
ഇവിടെ അങ്ങനെ മറയോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. എല്ലായിടത്തേക്കും വ്യൂവും എല്ലാം കിട്ടുന്ന പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മളിങ്ങനെ ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തുള്ള ലാൻഡ്സ്കേപ്പിലേക്കെല്ലാം കാണാം. നമ്മളിവിടെ ഈ ഹോൾ ഓഫീസിൽ ഒന്നും ഒരു ലക്ഷറി ആയിട്ടൊന്നും കാണാനുണ്ടാവില്ല. എല്ലാം വളരെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, വളരെ റസ്റ്റിക് ആയിട്ടുള്ള, നമ്മൾ പണ്ട് കാലത്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന പല കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ റീയൂസ് ചെയ്തിട്ട് പോളിഷ് ചെയ്ത് പെയിൻറ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള. ലക്ഷറി എന്ന് പറയുന്ന സംഭവം നമ്മളുടെ ഓഫീസിൽ കാണാനേ ഉണ്ടാവില്ല. കാരണം എൻ്റെ ഇഷ്ടങ്ങൾ ഇതൊക്കെയാണ്, ഇങ്ങനെ റസ്റ്റിക്. നമ്മളിപ്പോൾ വീഡിയോയിൽ നിങ്ങൾ കണ്ടപ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഗ്രീനും യെല്ലോ നമ്മൾ കുറേ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ മാഡ് കൺസെപ്റ്റ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു കളർ സ്കീം. അതാണ് ഒരു ഡാർക്ക് മിലിറ്ററി ഗ്രീൻ, പിന്നെ ഒരു യെല്ലോ, അതാണ് നമ്മളുടെ ഒരു കളർ സ്കീം. അത് വെച്ചിട്ടാണ് നമ്മളിതെല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ കാണുന്ന വോള് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതും ഒരു ബേജിഷ് ഒരു ടോണാണ്. ഇതെല്ലാം നമ്മൾ തന്നെ വരച്ചിട്ടുള്ളതാണ്. ഞാനോ അല്ലെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫും നേരത്തെ ഉണ്ടായിരുന്ന 1-2 പേരൊക്കെ കൂടി ചേർന്ന് വരച്ചിട്ടുള്ള ആർട്ട് ഫോമാണ്. ഇതൊന്നും വാൾപേപ്പർ അല്ല. ഇതൊക്കെ ഇങ്ങനത്തെ പ്രിൻസും കാര്യങ്ങളെല്ലാം, ഈ കളർ ടോൺസും എല്ലാം ജെയ്സാൽമർ എല്ലാം എനിക്കിഷ്ടമാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്പേസ് ചെയ്തിട്ടുള്ള. നമ്മുടെ സോഫ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതെല്ലാം വുഡ് വെച്ചിട്ട് തന്നെയാണ് നമ്മളുടെ സോഫ എല്ലാം ചെയ്യുന്ന ആളുകൾ തന്നെ ചെയ്തിട്ടുള്ള ഫർണിച്ചറും കാര്യങ്ങളൊക്കെയാണ്, ടേബിളും എല്ലാം. നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെ വ്യൂ എന്നുള്ളതും കൂടി നോക്കാം. ബാൽക്കണിയിലേക്ക് ഇറങ്ങാൻ സ്ലൈഡിങ് ഫോൾഡിങ് ഡോർസാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഇത് കൊടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്പേസ് തന്നെ ഒരു എക്സ്റ്റെൻഡഡ് സ്പേസ് ആയിട്ട് ഈ ബാൽക്കണി മാറും. ഇവിടെ വന്നു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പുറത്തെ ബാൽക്കണിയിലേക്കുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഹോൾ ലാൻഡ്സ്കേപ്പിലേക്കുള്ള വ്യൂ ഉണ്ട്. എനിക്ക് ഈ സ്പേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ മൈൻഡിലൊരു ക്രേസി ഐഡിയ ഉണ്ടായിരുന്നു. അതായത് ഇവിടെ ഈ ഗ്ലാസ്സിനൊരു ഓപ്പണിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ലൈഡ് വെച്ചിട്ട് ഈ മലയുടെ മേളിൽ കൂടെ വെള്ളത്തിൻ്റെ സൈഡിലേക്ക് ഊർന്നിറങ്ങാൻ പറ്റുന്ന പോലെ ഒരു സ്ലൈഡ് കൊടുത്താലോ എന്ന് എൻ്റെ ഒരു മൈൻഡിൽ ഉണ്ടായിരുന്നു. പിന്നെ അത് ഇങ്ങോട്ടേക്ക് തിരിച്ചും കയറാനുള്ളൊരു സെക്യൂരിറ്റി കൺസേണും അങ്ങനെ പല കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് നമ്മളത് ഒഴിവാക്കിയതാണ്. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അങ്ങനെ ഇപ്പോൾ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു ആംബിയൻസ് ഉണ്ട്. ബാക്കിലത്തെ ബാൽക്കണിയിലേക്കും ഫിഷുകളെയും എല്ലാം കാണാനും കിളികളെയൊക്കെ കാണാം. അപ്പോൾ ഇതിലൊക്കെ തന്നെയാണെങ്കിലും കിളികൾക്കും കൂടും കാര്യങ്ങളും മുട്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കി കണ്ട് നമുക്കിങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കാം. നമ്മൾ ഈ ഓഫീസിൽ എവിടെ നിന്നാലും ഗ്രീനറി കാണാം. അതിൽ മൊത്തം നമ്മൾ ഓർണമെൻ്റൽ പ്ലാന്റ്സ് അല്ലെങ്കിൽ ട്രോപ്പിക്കൽ പ്ലാന്റ്സ് മാത്രമല്ല യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓറഞ്ച് ഉണ്ട്, പിന്നെ എല്ലാ സ്ഥലങ്ങളിലും കായ്ക്കുന്ന ടൈപ്പ് ഒരു ആപ്പിള് ഉണ്ട്, പിന്നെ മൾബറി ഉണ്ട്, ചാമ്പയ്ക്ക ഉണ്ട്, നെല്ലിക്ക, അങ്ങനെ പല പല കാര്യങ്ങൾ ഒത്തിരി വലിപ്പം വയ്ക്കാണ്ട് തന്നെ ഫ്രൂട്ട് ആവുന്ന ടൈപ്പ് ഒത്തിരി കാര്യങ്ങൾ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. റെഡ് കളർ വെണ്ടയ്ക്ക, പിന്നെ പടവലങ്ങ, മത്തങ്ങ, അങ്ങനെ പല പല കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇത് കയറി പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും സെൽഫ് സസ്റ്റെയിൻ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഓഫീസ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മളുടെ വേറൊരു വർക്കിംഗ് സ്പേസ് ആണ്. ഇവിടെ നമുക്കൊരു 12 പേർക്ക് ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇവിടെയാണ് നമ്മളുടെ കൂടുതൽ ഫയൽ സ്റ്റോറേജ് ആണെങ്കിലും പ്രിൻ്റർ ആണെങ്കിലും നമ്മളുടെ ഫ്രിഡ്ജ്, വാട്ടർ പ്യൂരിഫയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, സെർവർ എല്ലാം നമ്മൾ വെച്ചിട്ടുള്ള. ഇതാണ് ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള സ്ഥലം. ഇതൊരു ലാൻഡ്സ്കേപ്പ് സ്പേസ് ആണ് നിങ്ങൾ കാണുന്ന പോലെ. ഇവിടെ നമ്മൾ ബിൽഡിങ്ങിന്, ഇതൊരു 10.5 സെൻറ്റ് സ്ഥലമാണ്. ഇവിടെ ബിൽഡിങ്ങിന് നമ്മൾ വളരെ മിനിമൽ സ്പേസ് കൊടുത്തിട്ട് ഇങ്ങനെയുള്ള ഓപ്പൺ ലാൻഡ്സ്കേപ്പ് സ്പേസിനാണ് കൂടുതലും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്തിട്ടുള്ളത്. എഗെയിൻ നമ്മളുടെ വാട്ടർ ബോഡി, കോയി ഫിഷുകളെല്ലാം ഇവിടെ ഉള്ളത് നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇത് നമ്മളുടെ പാൻട്രി ആണ്.
ഇത് ടോയ്ലറ്റാണ്. ടോയ്ലറ്റ് ഇങ്ങനെ ഒരു മല പോലെ ആക്കി നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ എൻട്രി അപ്പുറത്തെ സൈഡിൽ നിന്നാണ്. ഇവിടെ ഞങ്ങളുടെ പാൻട്രിയിൽ ഞങ്ങൾക്ക് ഉച്ചക്കൊക്കെ ഇരുന്ന് ലഞ്ച് കഴിക്കാനും മാത്രമല്ല, നമ്മളുടെ ഓഫീസിൽ പാട്ടുപാടുകയും ഗിത്താറും ഓർഗനൊക്കെ വായിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പാട്ടൊക്കെ പാടുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ എല്ലാം ഇരുന്ന് അത് എൻജോയ് ചെയ്യാനും, ഇവിടെ വേണമെങ്കിൽ ആർക്കെങ്കിലും ഒരു കുറച്ച് മാറി ഇരുന്ന് ലാപ്ടോപ്പും കൊണ്ട് ഇവിടെ വന്നിരുന്ന് വർക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. അവിടെ ഇരുന്ന് വേണമെങ്കിൽ സൂം മീറ്റ് ചെയ്യാം. അവിടെ ഒരു ബെഞ്ചുണ്ട്, ആ ബെഞ്ചിലിരുന്ന് വർക്ക് ചെയ്യാം. അങ്ങനെ പല രീതിയിലും പല സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന പോലെയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കിലാണെങ്കിൽ ഇതുപോലെ വാട്ടർ ഫൗണ്ടൻ ഉണ്ട്, വാട്ടർഫോൾ ഫീച്ചർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കുറേ ഒരു ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇങ്ങനെ ആയെടുത്താണ്. ഇതെല്ലാം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നതല്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും അതിൻ്റെതായ ഒരു ടൈം കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു ലാൻഡ്സ്കേപ്പ് നമുക്കിവിടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ പ്രോജക്റ്റ് നമ്മൾ ചെയ്തപ്പോൾ എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന മെയിനായിട്ടുള്ള ഒരു ആശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മളുടെ ഈ ഒരു ബിസി കൊച്ചി എടപ്പള്ളി സിറ്റിയുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഒരു ട്രോപ്പിക്കൽ ജംഗിൾ റെഡി ആയിട്ട് വരണം, അതിൻ്റെ ഉള്ളിലിരുന്ന് എനിക്ക് വർക്ക് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. ഇവിടെ നമ്മൾ രാവിലെ വന്നിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ രസമാണ്. ഈ പാൻട്രിയിൽ രാവിലത്തെ അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഏറ്റവും രസം. കാരണം നമ്മൾ ഈ മീനുകളുടെയൊക്കെ അടുത്ത് ഇരിക്കുക. പിന്നെ ഇവിടെ രാവിലെ ആകുമ്പോൾ ഒരു 7 മണി ടൈം ആകുമ്പോൾ 6-7 മണി ടൈമിൻ്റെ ഇടയിൽ നിറച്ച് കിളികളായിരിക്കും. കിളികൾ, ബട്ടർഫ്ലൈസ്, പിന്നെ ചെറിയൊരു മഴയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ രസമാണ്. പിന്നെ ആ ടൈമിൽ തന്നെ തൊട്ടടുത്ത് അഞ്ചുമന അമ്പലം ഉള്ളതുകൊണ്ട് അവിടെ നിന്നുള്ള സുപ്രഭാതവും കാര്യങ്ങളൊക്കെ കേൾക്കാനും രസമാണ്. ഈ ക്ലിപ്പ് എടുക്കുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ക്ലിപ്പ് എടുക്കുന്നത്. കാരണം അന്ന് ഇവിടെ നമ്മളുടെ റെയിനും മിസ്റ്റൊന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ അതെല്ലാം ഫുൾ സിസ്റ്റം ഓണാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ എങ്ങനെയാണ് നമ്മളുടെ ആംബിയൻസ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലിപ്പ് ഇപ്പോൾ എടുത്ത് ഇതിലൂടെ ആഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ പുറത്ത് നിങ്ങൾക്കറിയാം നല്ല സമ്മറാണ്. ഒരു ഓൾമോസ്റ്റ് 36-38 ഡിഗ്രി സെൽഷ്യസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇത്രയും ഫുൾ ടൈം ഈ ഒരു റെയിൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു 29 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഇപ്പോൾ ഇവിടെ ചൂടുള്ളൂ. പിന്നെ ഈ ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് എല്ലാം ഉള്ളതുകൊണ്ട് ഈ ഒരു റെയിനും ഇതെല്ലാം ഉള്ളപ്പോൾ നമുക്ക് ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ രസമാണ്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും ഇതൊരു എക്കോസിസ്റ്റമാണ്. ഒരു ട്രോപ്പിക്കൽ ഒരു റെയിൻ ഫോറസ്റ്റ് പോലെ ആക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. എൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഒരു വർക്ക് പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി ചെല്ലുന്ന സ്ഥലത്ത് മരങ്ങളോ പ്ലാന്റ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കട്ട് ചെയ്യാതെ അതിൽ തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് വീട് വെക്കാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത്. ഇപ്പോൾ ഇവിടെ വരാൻ നേരത്ത് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടി വന്നു. എല്ലാം നട്ട് വലുതാക്കി, ഇവിടെ കാണുന്നതെല്ലാം നമ്മൾ തന്നെ നട്ട് വലുതാക്കിയ കാര്യങ്ങളാണ്. സോ മിനിമൽ ഇമ്പാക്റ്റ് നമ്മളുടെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നിട്ട് ചെയ്യാനാണ് നമ്മൾ എല്ലായിടത്തും വീടുകൾ വെക്കുമ്പോൾ നമ്മൾ ട്രൈ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു ഫോമിൽ വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ള ആർക്കിടെക്ട്സ് ആയിക്കോട്ടെ, സിവിൽ എഞ്ചിനീയേഴ്സ് ആയിക്കോട്ടെ, കോൺട്രാക്ടേഴ്സ് ആയിക്കോട്ടെ, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് ആയിക്കോട്ടെ, അവരോടെല്ലാവരോടും എനിക്ക് പറയാനുള്ള മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് നമ്മൾ അല്ലെങ്കിൽ ആ മനുഷ്യർക്ക് താമസിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലത്തിലേക്ക് അത് മാറ്റിയെടുക്കാതെ ആ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആ ഒരു അവിടെ ചെല്ലുമ്പോൾ എന്താണുള്ളത് അതിൽ കോഎക്സിസ്റ്റ് ചെയ്തിട്ട് ആ ഒരു നേച്ചറിലേക്ക് കോഎക്സിസ്റ്റ് ചെയ്ത് നമ്മൾക്ക് അവിടെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നതായിരിക്കും നമ്മൾക്ക് എല്ലാവർക്കും ഇനിയുള്ള കാലങ്ങളിലേക്ക് നല്ലത്. അതോടുകൂടി നമ്മളുടെ ഭൂമിയിൽ വളരെ മിനിമൽ ഒരു കോൺക്രീറ്റിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ ആണ് എൻ്റെ മൈൻഡിലുള്ള. അങ്ങനെയാണ് നമ്മളുടെ പ്രോജക്ട്സ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു വിഷൻ ഉണ്ടായിരുന്നു, ഈ ഒരു ഓഫീസ് എങ്ങനെ വേണം എന്നുള്ളതിൻ്റെ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ആരുടെയെങ്കിലും ഇഷ്ടം അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചല്ല ഞാൻ ചെയ്തത്. എൻ്റെ സ്പേസ് എങ്ങനെ ആവണം എന്നുള്ള ഒറ്റൊരു കാര്യം മാത്രം നോക്കിയിട്ടാണ് ഞാനിത് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ താഴെ നമുക്ക് കമൻറ്റിലൂടെയും അല്ലാതെ ഒക്കെ നമ്മളെ വിളിച്ചിട്ടാണെങ്കിലും നമ്മളോട് പറയാം. ഇതാണ് എൻ്റെ ഓഫീസിൻ്റെ വിശേഷങ്ങളെല്ലാം. താങ്ക് യു.